ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയ നടപടിയിൽ തന്ത്രി കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. തന്ത്രിയുടെയും അഭിപ്രായത്തിലും അതോടൊപ്പം ദേവസ്വത്തിന്റെ തീരുമാനത്തിലും ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെ? ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വത്തിന്റെ നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി തന്ത്രി കുടുംബത്തിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്ന തന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇടപെടാനാകില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും തന്ത്രിയുടെ അഭിപ്രായം അന്തിമമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയിലെ ആക്ഷേപം എന്നുണ്ടായിരുന്നത് ഈ ഉദയാസ്തമന പൂജ മാറ്റിയ നടപടി അത് ആചാര ലംഘനമാണെന്നായിരുന്നു. പക്ഷേ ദേവസ്വം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്ന് തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ഈ ഉദയാസ്തമന പൂജയ്ക്ക് മുൻവർഷങ്ങളിൽ ദർശന സമയത്തിന്റെ 5 മണിക്കൂറോളം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ബദൽ മാർഗം തന്ത്രിയോട് തേടിയത്. ആ സമയത്ത് ദേവഹിതം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ദേവഹിതവും ഈ മാറ്റത്തിന് അനുകൂലമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏകാദശി ദിവസം ഈ ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നവംബറിലേക്ക് മാറ്റിയതെന്നുള്ള ഒരു നിലപാടായിരുന്നു ദേവസ്വം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ദേവസ്വത്തിന്റെ തീരുമാനത്തിൽ ഇടപെടാനാകില്ല, അതോടൊപ്പം തന്നെ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണ്, ആ അഭിപ്രായത്തോടും യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തള്ളിയത്. അനു, തന്ത്രിയുടെയും ദേവസ്വത്തിന്റെയും അഭിപ്രായത്തിലും തീരുമാനത്തിലും ഇടപെടാനാകുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. രേഷ്മ, ഈ ഹർജിക്കാർ പ്രധാനമായും വാദിച്ചിരുന്നല്ലോ ചില കാര്യങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ 2-3 ദിവസങ്ങളായി ഈ വാദം കോടതി കേട്ടതുമാണ്. അവ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും ഹർജിക്കാരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് 1970 വരെ ചിർളയം കോവിലകമാണ് ഈ ഉദയാസ്തമന പൂജ വഴിപാടായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ആചാരമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് ഈ ചിർളയം കോവിലകം 1970 ശേഷം ചിർളയം കോവിലകത്തിൽ നിന്ന് ഈ ഒരു ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയത് ഗുരുവായൂർ ദേവസ്വമാണ്. അത് ആക്ട് വന്നതിന് ശേഷമാണ്. അതിനു മുൻപ് വരെ ചിർളയം കോവിലകം ഈ ഉദയാസ്തമന പൂജ നടത്തിയിരുന്നു. അതും ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ഉത്സവ നാളിൽ ഉദയാസ്തമന പൂജ അത് പ്രത്യേക പൂജാവിധി പ്രകാരം നടത്തുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ദേവന്റെ ചൈതന്യം കുറയുമെന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇതിന് ആധികാരികമായിട്ട് രേഖകൾ എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്ര ഐതിഹ്യങ്ങൾ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളും ഹൈക്കോടതിയിൽ വാദം നടന്ന വേളയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അത് മാത്രവുമല്ല, 2018-ലും 2015-ലും ദേവപ്രശ്നം നടത്തിയിരുന്നു. ആ ദേവപ്രശ്നത്തിൽ കണ്ടത് യഥാവിധി ആചരണാധികൾ അത് പിന്തുടർന്ന് പോകണമെന്നുള്ളതാണ്. പക്ഷേ ഉദയാസ്തമന പൂജ മാറ്റുമ്പോൾ ആ ആചരണാദികൾക്ക് വിഘ്നം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ആചാര ലംഘനമായിട്ട് കണക്കാക്കണമെന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഹൈക്കോടതിയിൽ ഈ പറയുന്ന തന്ത്രി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയത്. ചിർളയം കോവിലകവും അതോടൊപ്പം തന്നെ ഓദിക്കൻമാരും ഈ ഹർജിയിലടക്കം കക്ഷി ചേരുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുൻകാല ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദേവസ്വം ബെഞ്ച് ഈ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്നും അതോടൊപ്പം തന്നെ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇടപെടാനാകില്ല എന്നും വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദേവസ്വത്തിന്റെ ഈ ഒരു ഉദയാസ്തമന പൂജ നവംബർ 12-ലേക്ക് മാറ്റിയ നടപടി തന്ത്രി കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. മറിച്ച് ഡിസംബർ 12-നാണ് ഗുരുവായൂർ ഏകാദശി ഉള്ളത്. അന്നേ ദിവസം ഉദയാസ്തമന പൂജ നടത്താനായിട്ട് ഈ പറയുന്ന എതിർകക്ഷികളായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് അടക്കം നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ മാറ്റിയ ദേവസ്വത്തിന്റെ നടപടി, ഉദയാസ്തമന പൂജ മാറ്റിയ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നടപടി അത് തന്ത്രിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് ഹൈക്കോടതി അന്തിമമായിട്ട് സ്വീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാര ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അനു, പൂജാവിധി, അതായത് ഏകാദശിക്ക് നടത്തുന്ന ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണം ചിട്ടപ്പെടുത്തിയ ആ പൂജാവിധി പ്രകാരമാണ് അന്നേ ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായി
കൂടാതെ ഭക്തരുടെ ദർശന സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം മാറ്റിയ നടപടിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിൽ പ്രധാനമായിട്ടും ഹർജിക്കാർ നേരത്തെ തന്നെ പറഞ്ഞത് ദേവന്റെ പൂജാവിധികളിൽ മാറ്റം വരുത്തുന്നത് ഭക്തന്റെ ദർശന സൗകര്യം കണക്കിലെടുത്താണോ എന്നുള്ളൊരു ചോദ്യം. അത് ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഉത്സവ പൂജാവിധിയാണ്. ആ ഉത്സവ പൂജാ രീതികളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ദേവന്റെ ചൈതന്യം കുറയുമെന്നുള്ളൊരു വാദഗതി കൂടി തന്ത്രി കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത് സുപ്രധാനമായിട്ട് ഹൈക്കോടതി കണ്ടത് ഈ തന്ത്രിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. തന്ത്രിയുടെ അഭിപ്രായം ഇതിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നടപടിയോട് യോജിക്കുന്നതായിരുന്നു. അത് മാത്രമല്ല, തന്ത്രി നൽകിയ സത്യാങ്കുലത്തിൽ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. ആദിശങ്കരൻ ഗുരുവായൂർ സന്ദർശിച്ചു എന്ന് പറയുന്നത് അതൊരു ഐതിഹ്യം മാത്രമാണെന്നുള്ള ഒരു നിലപാടാണ് തന്ത്രി ഈ പറയുന്ന സത്യാങ്കുലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഉദ്യാസ്തമന പൂജ ആചാരമല്ല, മറിച്ച് വഴിപാടാണ് എന്നുള്ള ഒരു നിലപാടും ഇതും കൂടി ഹൈക്കോടതി കണക്കിലെടുത്തു. കാരണം തന്ത്രിയുടെ വാക്ക് അന്തിമമാണ് എന്ന് മുൻകാല വിധികളിൽ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ തന്ത്രിയുടെ അഭിപ്രായത്തിൽ അത് അന്തിമമാണെന്നും അതിൽ ഇടപെടാൻ സാധിക്കില്ല, അതിന് യോജിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത ഉദ്യാസ്തമന പൂജ, ഏകാദശി ഉദ്യാസ്തമന പൂജ മാറ്റിയ നടപടിയിലും തങ്ങൾക്ക് ഇടപെടാനാകില്ല എന്നുള്ള ഒരു നിലപാട് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി കുടുംബാംഗങ്ങളുടെ ഹർജി തള്ളിയത്. എന്തായാലും ഡിസംബർ 12-നാണ് ഗുരുവായൂർ ഏകാദശി. ഇനി മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് എത്രത്തോളം കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലനിൽക്കുന്ന ഒരു ചോദ്യം. കാരണം അതിൽ ഇനി സുപ്രീം കോടതി അടക്കം സമീപിക്കണമെങ്കിൽ അതിനുള്ള സാവകാശം ഉണ്ടോ എന്നുള്ളതും ഏറെ പ്രസക്തമാണ്. എന്തായാലും ഈ തന്ത്രിയുടെ തീരുമാനം കൂടി കണക്കിലെടുത്ത് ആ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ദേവസ്വത്തിന്റെ നടപടിയിൽ ഇടപെടാനാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോയത്. അനു, തന്ത്രി കുടുംബത്തിന്റെ ഹർജിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയ വിഷയത്തിലെ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. തന്ത്രിയുടെയും ദേവസ്വത്തിൻ്റെയും അഭിപ്രായത്തിലും തീരുമാനത്തിലും ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നീക്കം. എന്തായാലും നിയമോപദേശം തേടുകയാണ് ഇതിൽ ഹർജിക്കാർ.